ശ്രീരാമനവമിക്ക് രാമലക്ഷ്മണന്മാരുടെയും സീതാദേവിയുടെയും ഹനുമാന്റെയും വിഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള പ്രയാണത്തിന് പുത്തൻ രഥം. നിലമ്പൂർ തേക്കുകൊണ്ട് നിർമ്മിച്ച രഥമാണ് തൃശൂർ പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ തയ്യാറാകുന്നത്. ഈ മാസം 6-ന് കലശമേന്തി രഥം ആദ്യ പ്രദക്ഷിണം നടത്തുമെന്ന് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഡി മൂർത്തി അറിയിച്ചു. 120 വർഷം പഴക്കമുള്ള രഥം കേടുപാടുകൾ വന്നപ്പോഴാണ് പുതിയതിന്റെ പണി ആരംഭിച്ചത്. ബ്രേക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയുള്ള ഇരുമ്പ് ചക്രങ്ങൾ പണ്ട് സീതാറാം മില്ലിലേക്ക് വന്ന ജർമ്മൻ എഞ്ചിനീയർമാരുടെ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ചതാണെന്ന് മൂർത്തി പറഞ്ഞു. ഈ രഥത്തിന് 120 വർഷത്തെ പഴക്കമുണ്ട്. സീതാറാം മില്ലിൻ്റെ അതേ മാനേജ്മെൻറ്റായിരുന്നു ഈ അമ്പലത്തിൻ്റെയും മാനേജ്മെൻറ്റ്. അക്കാലത്ത് പണി കഴിപ്പിച്ചതാണ് ഈ രഥം. ഈ രഥത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചക്രങ്ങളും സ്റ്റിയറിങ്ങും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ജർമ്മനിയിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സാണ്. കേരളത്തിൽ ഇവിടെ മാത്രമേ സ്റ്റിയറിങ്ങും ഇതുപോലെ കാസ്റ്റ് അയണിൽ ചെയ്തിട്ടുള്ള വീലുകൾ രഥത്തിൽ കാണാൻ സാധിക്കുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ തന്നെ വീലുകളെല്ലാം തന്നെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. 120 കൊല്ലം പഴക്കമുള്ളത് കൊണ്ട് ഇതിൻ്റെ പല ഭാഗങ്ങളും ഉൾഭാഗത്ത് ദ്രവിച്ചു തുടങ്ങിയ മാതിരി തോന്നിയത് കൊണ്ടാണ് പുതിയ രഥം എന്നൊരാശയമായിട്ട് ക്ഷേത്രം ഭരണസമിതി തീരുമാനിച്ചത്. പി പത്മനാഭൻ സരസ്വതി ദമ്പതികൾ ഈ രഥം കംപ്ലീറ്റ് ചെലവ് ചെയ്ത് നിർമ്മിച്ച് ഭഗവാന് സമർപ്പിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അത് പ്രകാരം ഞങ്ങൾ നിലമ്പൂരിൽ പോയി നിലമ്പൂരിൽ ഡെപ്പോയിൽ നിന്ന് ലേലം വിളിച്ച തേക്ക് തടികളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചുള്ളത്. ട്രിച്ചിയിൽ കരുണാംബിക വുഡ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ശ്രീ മണികണ്ഠനാണ് ഇതിൻ്റെ ഈ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. ഏതാണ്ട് 100ഓളം കൊത്തുപണികൾ കാണാം. എല്ലാം തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ 5-6 മാസമായിട്ട് 30ഓളം തൊഴിലാളികൾ കൈ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളാണ് ഈ രഥത്തിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുതിയ രഥം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും 20ഓളം കരകൗശല വിദഗ്ധരാണ് കൊത്തിയെടുത്തത്. പെരുമ്പള്ളൂർ അരുമ്പാവൂരിലെ കരുണാംബിക വുഡ് ക്രാഫ്റ്റ്സിലെ സി മണികണ്ഠന്റെ നേതൃത്വത്തിൽ രഥം തയ്യാറാക്കി. 4 മാസം മുൻപാണ് പണി ആരംഭിച്ചത്. പഴയ രഥത്തിന്റെ ചക്രങ്ങൾ ഊരിയെടുത്ത് പുതിയതിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. മാർച്ച് 27-നാണ് ശ്രീരാമനവമി. അഗ്രഹാരത്തിലെ നിരത്തിലിറങ്ങുക ഇനി പുതിയ രഥമാണ്.